പ്രേക്ഷകരിൽ കുറേ പേര് ചോദിച്ച ഒരു കമൻറ്റാണ് സോറിയാസിസിനെ കുറിച്ചൊരു വീഡിയോ എന്നുള്ളത്. സോറിയാസിസ് നമ്മൾ കോമൺ ആയിട്ടൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് കാണുന്ന ഒരു അസുഖമാണ്. സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ പാടുകൾ വന്ന് ചൊറിച്ചിലൊന്നും അധികം ഉണ്ടാവില്ല. സാധാരണയായിട്ട് ചുവന്ന പാടുകൾ വന്ന് സ്കിന്ന് കട്ടിയായി ജസ്റ്റ് ഒന്ന് വിരലിനെ കൊണ്ടോ നഖത്തിനെ കൊണ്ടോ ഒന്ന് സ്ക്രേപ്പ് ചെയ്യുമ്പം വൈറ്റ് പൗഡറി ആയിട്ട് സ്കെയിൽസ് ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സോഷ്യലൈസേഷൻ്റെ ഒരു പ്രശ്നമാണ്. ശരീരത്തിൽ പാടുകളായിട്ട് ഉണ്ടാകുമ്പോൾ ആൾക്കാർക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ കയ്യിൽ വരികയാണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ഈവൻ ഗൈഡ് ലൈൻസിൽ തന്നെ പറയുന്നുണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ വിഷയത്തിൽ ശരീരത്തിൽ കുറേ ഭാഗത്തില്ലെങ്കിലും നമ്മൾ ഒരു ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഒരാളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നൊരു അവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ഇപ്പോൾ ഒരു കയ്യിൽ ചെറിയൊരു പാടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉള്ളിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന് ഡോക്ടർക്ക് എഴുതി കൊടുക്കാം. ഗൈഡ് ലൈൻസ് തന്നെ പറയുന്നുണ്ട്. കാരണം ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ഒരു മനസ്സിനെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. ഞാൻ പറയിപ്പിക്കുന്നില്ല, പറഞ്ഞാൽ ആൾക്കാർക്ക് കുറേ പേര് ആ അർത്ഥത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് സോറിയാസിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോറിയാസിസിൻ്റെ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് വരുന്നത്, ഈ രീതിയിൽ കട്ടി എന്തുകൊണ്ടാണ് വരുന്നത് പറഞ്ഞാൽ നമ്മൾ സാധാരണയായി എപ്പിഡെമൽ ടേൺ ഓവർ റേറ്റ്, അതായത് ഒരു എപ്പിഡെമിസ് സ്കിന്നിൻ്റെ ഏറ്റവും ഉപരിതലത്തിലുള്ള പാളി, ഒരു പാളി പുതുതായിട്ട് അടുത്തൊരു പാളി വരാൻ ഒരു 28 days അറൗണ്ട് 1 month എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത്തരക്കാരിൽ ആ ഒരു 1 month എടുക്കേണ്ടത് ഒരു 1 week കൊണ്ട് ആ ഒരു ടേൺ ഓവർ നടക്കും. അത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു മാസത്തിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വൈറ്റ് പാടുകൾ ഉണ്ടാവുമല്ലോ സ്കിന്നിൽ, അത് നമ്മളെ ഒരു ഡെഡായ സ്കിൻ സെൽസ് പുറത്തേക്ക് വരുന്നതാണ്. ഇത്തരക്കാരിൽ ഒരു മാസത്തിൽ 1 week വെച്ചപ്പോൾ 4 times എന്തായി കട്ടിയിലേക്കുള്ള ഈ ഡെഡ് സ്കിൻ പാളികൾ അവിടെ ഉണ്ടാവും. അതൊരു കട്ടിയായിട്ടുണ്ടാവും. വീണ്ടും ഓരോരോ മാസങ്ങൾ കൂടുമ്പോൾ അതിലിങ്ങനെ കട്ടി കൂടി വരും. അപ്പോൾ ആ ഒരു ഭാഗത്ത് സ്കിന്ന് ഭയങ്കരമായി കട്ടിയാവുകയും അത് കുറച്ചൊരു ഇറിറ്റേഷൻ ബുദ്ധിമുട്ട്, ചിലപ്പോൾ അത് കട്ടി വരുമ്പോൾ ചെറിയ ക്രാക്സ് വരാം, അത് കീറൽ വന്നിട്ട് പെയിൻ വരിക, പ്രത്യേകിച്ചിട്ട് കൈപ്പത്തി കാൽപ്പത്തിയൊക്കെ വരുവാണെങ്കിൽ കട്ടിയുള്ള സ്കിന്നാണ് ഓൾറെഡി. അവിടെ കട്ടി വരുമ്പോൾ അത് നമ്മളൊരു ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അവിടെ ക്രാക്സ് വന്ന് അത് അവിടെ നിന്ന് മുറിവ് പോലെ വന്ന് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ഈ ഒരു കാരണം, അതായത് 1 month ഒരു സ്കിൻ ടേൺ ഓവർ വരേണ്ടത് 1 week വരുന്നത് കൊണ്ട് തന്നെ 1 month ആകുമ്പോഴേക്ക് 4 times സ്കിൻ കട്ട് ചെയ്യാം. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇൻഫ്ലമേറ്ററി ഒരു ഡിസോർഡറാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നില്ലെങ്കിലും ഇൻഫ്ലമേറ്ററി ഡെർമറ്റോസിസ് ആയിട്ടാണ് ഇത് കൂടുതലായിട്ട് പറയുന്നത്. അതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സെൽസ്, നമ്മൾ മുമ്പത്തെ കുറേ വീഡിയോസിലൊക്കെ കേട്ടവരാണെങ്കിൽ ഇത് പറയുന്നത്, എന്നാലും പുതുതായിരിക്കും ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമ്മളൊരു സ്കിൻ എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് ഓർഗനാണ്. നമ്മുടെ ബാഹ്യമായിട്ടുള്ള ഒരു ബോഡിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൻ വഴിയാണ്. അപ്പോൾ അതൊരു നമ്മൾ ഏതൊരു ജീവിയുടെ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും പുറമേ നിന്നുള്ള ഫർ, അതായത് അതിൻ്റെ രോമകൂപങ്ങൾ, അതല്ലെങ്കിൽ മുള്ളമതിൻ്റെ മുള്ള്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മനുഷ്യനെ സംഭവിച്ചിടത്തോളം അതുപോലെയുള്ള ആക്രമണത്തിന് പറ്റിയ ഒരു ഇതല്ല. പക്ഷേ സംവേദനശേഷി ഇതുണ്ടാവണം. ഇതൊരു തട്ടിക്കഴിഞ്ഞാൽ ഇത് ചൊറിയുന്നതാണോ, അത് അങ്ങോട്ട് കൈ വലിച്ചു മാറ്റും. ഇത് എരിയുന്നതാണെങ്കിൽ ആ രീതിയിൽ, ചൂടുള്ളതാണെങ്കിൽ കൈ അവിടെ നിന്ന് മാറ്റും. അപ്പോൾ കുറേ ഇമ്മ്യൂൺ സെൽസ് അവിടെ നമ്മുടെ ഒരു സ്കിന്നിൽ വരുന്നുണ്ട്. ഡെൻഡ്രിറ്റിക് സെൽസ്, അങ്ങനെ കുറേ രീതിയിലുള്ള മാക്രോഫേജസ്, ഡെൻഡ്രിറ്റിക് സെൽസ്, അങ്ങനെ കുറേ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇമ്മ്യൂൺ സെൽസിൻ്റെ ഡിസ്റെഗുലേറ്റഡ് അതായത് ഒരു റെഗുലേഷൻ പോയി കഴിഞ്ഞാൽ, കൺട്രോൾ പോയി കഴിഞ്ഞാൽ പല ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്, ഇറിറ്റേഷൻ വന്നാൽ ബോഡി എന്തൊക്കെ ഉണ്ടാക്കുന്നു അതുപോലുള്ള കുറേ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഉണ്ടാക്കുകയും ആ ഒരു സ്കിന്നിൻ്റെ ഭാഗത്തേക്കുള്ള വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ, അങ്ങനെ കുറേ ഗ്രോത്ത് ഫാക്ടേഴ്സ് വന്നതിൻ്റെ ഭാഗമായിട്ട് അവിടത്തേക്കുള്ള രക്തോട്ടം കൂടുകയും കൂടുതൽ രക്തക്കുഴലുകൾ വന്ന് അവിടത്തേക്കുള്ള സ്കിൻ ടേൺ ഓവർ കൂടുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുന്നതാണ്. ഇതിൻ്റെ മോളിക്കുലർ ലെവൽ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് ഈ T സെൽസ് ഇതുപോലുള്ള അറ്റാക്കിംഗ് സെൽസ് ഉണ്ടാക്കുന്ന സിഗ്നലിംഗ് പാത്വേ വഴി ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന അത്രയും ക്യാരക്ടേഴ്സ് അവിടെ നിറഞ്ഞാടുന്നുണ്ട് ഒരു സോറിയാസിനെ സംബന്ധിച്ചിടത്തോളം. IL-17, IL-23, CXCL, കുറേ പല ഒരു ഇൻഫ്ലമേറ്ററി ഒരു കാസ്കേഡ് തന്നെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഇൻഫ്ലമേറ്ററി ഡിസോർഡർ എന്ന് മനസ്സിലാക്കുക. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുക, ഇത് പകരുന്ന രോഗമല്ല. ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതിൻ്റെ പേരിൽ വേറൊരാൾക്ക് വരില്ല. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു പേടി വേണ്ടതില്ല. പിന്നെ ഇതൊരു ജെനറ്റിക് ഡിസോർഡർ ആണോ? ജെനറ്റിക്സ് ചെറിയ റോളുണ്ട്, ഈ തീരെയില്ല. പക്ഷേ പോളിജെനറ്റിക് ആണ്. ഒറ്റൊരു ജീൻ വെച്ചിട്ട് എൻ്റെ എല്ലാ മക്കൾക്കും കിട്ടുക അങ്ങനെയൊന്നും ഉണ്ടോയെന്നില്ല.
പല കാരണങ്ങൾ കൊണ്ട് അതിലൊരു ജീനും കൂടി വരുന്നുണ്ട്, എൻവയൺമെൻറ്റ് ഫാക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇത് ജീവിതശൈലി രോഗത്തിൽപ്പെട്ടതായിട്ടുള്ള രോഗമായിട്ടാണ് പറയുന്നത്. അമിതവണ്ണം, പൊണ്ണത്തടി, ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് ഷുഗർ കൂടുക, ട്രൈഗ്ലിസറൈഡ് കൂടുക, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അസുഖത്തിൽ പെടുന്ന ജീവിതശൈലി രോഗത്തിൽ പെടുന്നതാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ നല്ലതല്ലെങ്കിൽ അത് ഈ ഒരു രോഗത്തെ കൂട്ടാൻ കാരണമാവും. ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ജീവിതശൈലി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എന്താണ് വരുന്നത് കുറക്കാൻ വേണ്ടി പറ്റും. ഇനി വന്നവരിൽ ജീവിതശൈലിയിൽ ഈ ഭക്ഷണത്തിൽ ഷുഗർ കട്ട് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇതിൻ്റെ തീവ്രത കുറക്കാൻ വേണ്ടി പറ്റും. ആൾക്കാർ പലരും ചോദിക്കുന്നു, ഏത് അസുഖത്തിൽ ചോദിച്ചാലും സ്കിൻ OPD ഇരുന്നാൽ കേൾക്കുന്നൊരു ചോദ്യമാണ്, സാറേ ഏതാ ഫുഡ് ഒഴിവാക്കേണ്ടതെന്നാണ്. ഏത് കാര്യങ്ങളും ഫുഡിലൂടെ വരിക എന്നല്ലെങ്കിൽ ഗുളിക കഴിച്ചിട്ട് വേണം വന്നതെന്ന് അടുത്തൊരു ചോദ്യം, പിന്നെ ഗുളികയിലൂടെ വരിക. ഇതാണ് പൊതുവേ ഉള്ളൊരു കോമൺ വിശ്വാസങ്ങൾ. എന്തെങ്കിലും ഫുഡിലൂടെ അല്ലെങ്കിൽ പണ്ടപ്പോഴോ ഗുളിക കഴിച്ചിട്ടുണ്ട് അതിൻ്റെ റിയാക്ഷൻ ആണോ ഇത് നിറച്ചാണ് സാധാരണ വരാറ്. അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ചൊരു ഫുഡ് കഴിക്കാതിരിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ പറയും. ജീവിതശൈലി രോഗത്തിലായതുകൊണ്ട് തന്നെ പൊണ്ണത്തടി വരാത്ത രീതിയിലുള്ള ഫുഡ് കഴിക്കുക, റെഗുലർ എക്സസൈസ് ചെയ്യുക. പിന്നെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ omega-3 ഫാറ്റി ആസിഡ്, ഫിഷ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതാണ്. പിന്നെ നമ്മൾ അതേസമയം തന്നെ ഈ ഡയറി പ്രൊഡക്ട്സിനേക്കാൾ കൂടുതലായിട്ട് ഷുഗറി ഫുഡ്സുകൾ, കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡുകൾ കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നമ്മളൊരു രോഗം മൂർച്ഛിക്കുന്ന സമയത്ത് വെറും ഫുഡ് മാത്രം കഴിച്ചിട്ട് റെഡിയാവുന്നൊരു അസുഖമല്ല ഇത്. നമ്മളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചാൽ പറയുന്നൊരു കാര്യങ്ങൾ ഇതാണ്. ഇതിന് പല ടൈപ്പുകളുണ്ട്. നമ്മളിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ സോറിയാസിസ് വന്നു കഴിഞ്ഞാൽ ഒരാൾ ഫസ്റ്റ് വന്ന് ചോദിക്കുന്ന ഇതാണ്, ഇത് സോറിയാസിസ് കേട്ടപാടന്നെ ആകെ ടെൻഷനായി, ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, വീണ്ടും രണ്ടാമത് ഒപ്പീനിയൻ വരുന്നതായിരിക്കും ഉണ്ടാകും. ഞാൻ സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ടെൻഷനായി. പക്ഷേ ഞാൻ ചോദിക്കും എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കാരണം അവരുടെ മൈൻഡിൽ ഹോസ്പിറ്റലിലോ മറ്റ് വീട്ടിലോ ആർക്കെങ്കിലും കണ്ട ശരീരം മൊത്തം റെഡായി ഒരു സ്കിന്ന് പറഞ്ഞു വന്നു, ആ മൈൻഡ് ആ ഒരു അർത്ഥത്തിലാണ് ചിന്തിക്കാൻ. നമ്മളിപ്പോൾ എപ്പോഴും അങ്ങനെയാണ് ടെൻഷൻ അടിക്കുന്നവർ അതിൻ്റെ ഭയങ്കര വേഴ്സ്റ്റ് സിനാരിയോട് ചിന്തിക്കാൻ. നമ്മൾ നോക്കുക, സിമ്പിളായിട്ട് ചിന്തിക്കുക. നമ്മൾ ഏതൊരു അസുഖത്തിനും അതിൻ്റെ കൂടിയവനെ ഉണ്ട്, കുറഞ്ഞവനെ ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്. നമ്മളൊരു ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല പഠിക്കുന്ന കുട്ടികളുണ്ടാവും, തീരെ പഠിക്കാത്ത കുട്ടികളുണ്ടാവും. പക്ഷേ ഇത് രണ്ടും എന്തായിരിക്കുമല്ലോ, ഒരു 10%, ബാക്കി 80% ഒരു മാഷിനെ വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കൊണ്ടുവരുന്ന, അതായത് നല്ലൊരു മാഷുണ്ടെങ്കിൽ അവരെ മറ്റേതെങ്കിലും രീതിയിൽ ഒന്ന് ഗൈഡ് ചെയ്യുകയാണെങ്കിൽ രക്ഷപ്പെടുന്ന ടൈപ്പ് കുട്ടികളാണ് അധികം പേരും ഉണ്ടാവാൻ. ബാക്കിയുള്ള മേലുള്ള 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് എന്താണ് മാഷ വേണ്ടി അവരെ പഠിച്ചോളും. അതുപോലെയാണ് ചില സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയാകുന്ന കേസുകളും ഉണ്ട്. ഭക്ഷണത്തിൽ കൺട്രോളായിട്ട് വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള താഴെയുള്ളൊരു 10% ഉണ്ട്. 90% കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു 10% മാത്രമേ നല്ല മാഷായാലും പാസ്സാവാത്ത രീതിയിൽ കുട്ടികൾ ഉണ്ടാകുന്ന പോലെ എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്താലും റെഡി ആവാത്ത ആരുണ്ടാകും. പക്ഷെ അത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ടുള്ള ചിന്തിക്കുക, നമ്മൾ ഒരു ക്ലാസ്സിൽ നല്ലൊരു മാഷുണ്ടായാലും പഠിച്ച് റെഡിയായി പോകുന്ന പോലെ കുട്ടികൾ ഉണ്ടാകുന്ന പോലെ സോറിയാസിസിൽ 80% മരുന്നെല്ലാം കൊടുത്താൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ആൾക്കാർക്ക് പിന്നെ ഒരു ചോദ്യം ഇതാണ്, ഇത് കൺട്രോൾ ചെയ്യാനേ പറ്റൂ, മാറ്റാൻ പറ്റില്ലേ? നമ്മളിപ്പോൾ ഏത് കാര്യത്തിലും നമ്മളൊരു ബിസിനസ്സിൽ ഇടുന്നുണ്ട്, ഇത് സക്സസ് ആകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾ ബിസിനസ് സക്സസ് ആവില്ല. നമ്മൾ ഒരു വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ, ട്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ, ഇത് കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് കണ്ണൂരേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇത് കണ്ണൂർ എത്തുമെന്ന് മറ്റേ അവിടെ ഡ്രൈവർക്ക് ചോദിച്ചിട്ടൊന്നുമല്ല പോകാൻ. അത് എത്താറുണ്ട്, എല്ലാ ദിവസവും എത്തുന്നുണ്ട്, അതുപോലെ എത്തും. ചിലപ്പം എന്താവും, വണ്ടി അവിടെ വേറെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തി വെക്കുന്നുണ്ടാവാം, എൻജിൻ കിടക്ക് ഉണ്ടാവും. പക്ഷെ അത് റയറിറ്റിയാണ്. അതുപോലെയാണ് സോറിയാസിസിൻ്റെ വിഷയത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ ആവുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നില്ല, അതിൽ അർത്ഥമില്ലല്ലോ. നമ്മൾ അറ്റ്ലീസ്റ്റ് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ ആവും. അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് കുറക്കാൻ വേണ്ടി പറ്റും. ചിലർക്ക് പാടെ പോയാൽ, എൻ്റെ അടുത്തിൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഒരു കള്ളുടിയനായിരുന്നു. അപ്പം അവർക്ക് നമ്മൾ കൊടുക്കുന്നതൊക്കെ ലിവർ ത്രൂ ആണ് മരുന്ന് പോകാൻ. മൂപ്പർ അല്ലാണ്ട് തന്നെ വീട്ടിൽ നിന്നും കുറേ മരുന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും പറഞ്ഞ് ഉപദേശിക്കും, ഇങ്ങനെ എടുക്കരുത്, ഞാൻ തരുന്ന മരുന്ന് ലിവർ ത്രൂ ആണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് മരുന്ന് എടുത്ത് അത് ലിവർ ത്രൂ ആണ്, ലിവറിന് ബേർഡൻ ആവും, നിങ്ങളത് എടുക്കരുതെന്നെല്ലാം പറഞ്ഞിട്ട് വേറെ സാധാരണ കൊടുക്കുന്നതിനേക്കാളും വേറെ തന്നെ ഒരു അധികം ലിവർ ത്രൂ പോകാത്ത രീതിയിലുള്ള മരുന്ന് ഞാൻ അവർക്ക് കൊടുത്തത്. പിന്നെ ഒരു 6 മാസമൊക്കെ എടുത്തു, നല്ല രീതിയിൽ സോറിയാസിസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് ആടിപ്പാടി എവിടുന്നോ കണ്ടുപിടിച്ച് വീണ് സ്കിൻ എന്തൊക്കെ പൊട്ടിയിട്ടൊക്കെ വന്നത്. ഇവർക്ക് സോറിയാസിസ് തീരെ പറ്റേ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് അതുപോലെ പാടെ പോകുമെന്നോ പാടെ പോവില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ മരുന്നുകൾ ഇതിന് വന്നിട്ടുണ്ട്. അതിനു മുമ്പ് എന്തൊക്കെ ടൈപ്പ് സോറിയാസിസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം.
സോറിയാസിസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ക്രോണിക് പ്ലാക്ക് സോറിയാസിസ്, കാലിൽ കൈമുട്ട്, കാൽമുട്ട്, അതുപോലുള്ള കാലിൻ്റെ അടിഭാഗങ്ങളിൽ ഈ ഭാഗത്തൊക്കെ കട്ടിയുള്ള വലിയ വലിയ പ്ലാക്കായിട്ട്, പിന്നെയുള്ളത് നമ്മൾ നട്ടലിൻ്റെ ഏറ്റവും പുറകിലുള്ള ഭാഗത്ത്, അങ്ങനെ ഒരു എല്ലിൻ്റെ ഭാഗങ്ങളിൽ ആണ് സാധാരണയായിട്ട് ഉണ്ടാവാറ്, തട്ടുന്ന ഭാഗങ്ങളിലായിട്ട്. കോർണർ ഫിനോമിൻ എന്ന് പറയും, തട്ടുന്നതും മറ്റു വേദന, പിന്നെ എന്തെങ്കിലും മുറിവൊക്കെ തട്ടിയാൽ അവിടെ ഈ വെള്ളപ്പാണ്ടൊക്കെ വരുന്ന പോലെ സോറിയാസ് അവിടെയൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് സ്കാൽപ്പ് സോറിയാസ് ആണ്. തലയിൽ മാത്രമായിട്ട് ചിലവർ ഇത് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ട് വരും, കുറേ വലിയ ഡാൻഡ്രഫാണ്, ഇതൊരു മാറുന്നില്ല. നോക്കുമ്പോൾ അത് വലിയ നല്ല കട്ടിയുള്ള റെഡ് പ്ലാക്ക് ആയിട്ട്, അതൊരു സോറിയാസിസ് ആണ്, സ്കാൽപ്പ് സോറിയാസിസ് എന്ന് പറയും. സീബോ സോറിയാസ് എന്ന് പറയും. സ്കാൽപ്പിലും പിന്നെ ഒരു നമ്മളെ ഈ ഡാൻഡ്രഫ് വരുന്നൊരു ഏരിയയാണ്, രോമകൂപങ്ങൾ, പിന്നെ ഈ ചെവിയുടെ ഭാഗങ്ങൾ, ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന സോറിയാസിസ് ഉണ്ട്. പിന്നെ ഫ്ലെക്സറൽ സോറിയാസ് നമ്മളെ മടക്കുകളിൽ ഭാഗങ്ങളിൽ വരുന്ന ടൈപ്പ് സോറിയാസിസ് ഉണ്ട്. സ്മോൾ പ്ലാക്ക്, ചെറിയ ചെറിയ രീതിയിലുള്ള പ്ലാക്ക് ആയിട്ടുള്ള സോറിയാസിസ് ഉണ്ട്. ഗട്ടായിട്ട് ചെറിയ പിമ്പിൾ പോലെ വന്നിട്ട് അവിടെ സ്കിന്ന് പറഞ്ഞു വരുന്ന രീതിയിലുള്ള ഗട്ടൈറ്റ് സോറിയാസിസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടിയ ടൈപ്പായിട്ടുള്ള പസ്റ്റുലാർ സോറിയാസിസ് ഉണ്ട്, ശരീരം മൊത്തം പഴുപ്പ് വന്ന രീതിയിൽ. കാരണം ഇതിൽ ന്യൂട്രോഫിൽസ്, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ മെക്കാനിസത്തിൽ വരുന്ന ന്യൂട്രോഫിൽസ് കൂടുതലായിട്ട്, ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞാൽ പഴുപ്പ് ഉണ്ടാക്കുന്ന സെൽസാണ്, കൂടുതലുള്ളതുകൊണ്ട് ഇൻഫെക്ഷൻ ഒന്നുമില്ല, പക്ഷേ പഴുപ്പ് ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ കാണും, അത് പറഞ്ഞു പോകും, സ്കിന്ന് മൊത്തം ഡെഡ് ആവും, ആ രീതിയിലാണ് ഉണ്ടാവാൻ. സോറിയാറ്റിക് എറിത്രോഡെർമ എന്ന് പറഞ്ഞിട്ട് ശരീരം മൊത്തം ചുവന്ന്, അതായത് അഡ്മിറ്റ് ആവുന്ന രീതിയിലുള്ള കേസാണ്. കാരണം ശരീരം മൊത്തം അത് റിയാക്ഷൻ കൂടിയിട്ട് രക്തക്കുഴലുകളൊക്കെ വികസിച്ചിട്ട് അത് ടെമ്പറേച്ചർ ഡൗൺ ആവാം, ബി പി ഡൗൺ ആവാം, ഒരു സിസ്റ്റമിക്കായിട്ട് ഒരു മെഡിസിൻ്റെ അണ്ടറിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട രീതിയിലുള്ള അവസ്ഥയിലേക്ക് പോകാറുണ്ട്. പിന്നെ ഇതുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പാമോപ്ലാന്റർ സോറിയാസിസ്, കയ്യിലും കാൽപാദത്തിലും മാത്രം വരുന്ന സോറിയാസിസ്. പിന്നെ ചില സ്ഥലങ്ങൾ ബാധിക്കുന്ന നെയിൽ സോറിയാസിസ് എന്ന് പറഞ്ഞാൽ നഖത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള, നഖത്തിൽ ചെറിയ കുട്ടികൾ ഈ രീതിയിലുള്ള കാണുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവാം. സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പെയിന്, സാധാരണയായിട്ട് 10 വർഷത്തോളം സോറിയാസിസ് കഴിഞ്ഞിട്ടാണ് സാധാരണയായിട്ട് സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരാറ്. ചിലർക്ക് തുടക്കത്തിൽ തന്നെ വരാറുമുണ്ട്, ചെറിയ ചെറിയ ജോയിൻറ്റുകളിൽ പെയിനുകൾ. അപ്പം ഇത് സോറിയാസിസ് ഉള്ളവരാണെങ്കിൽ അത് സോറിയാസിസ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് പറയാറ്. അപ്പോൾ അത് സോറിയാസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് സോറിയാറ്റിക് ആർത്രൈറ്റിസ് വ്യത്യാസം വരാണ്ട് ചിലപ്പോൾ അവർക്ക് അതിനേക്കാൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. ഒരു സന്ധി രോഗ വിദഗ്ധൻ്റെ സേവനം നമ്മൾ തേടാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല ടൈപ്പ് സോറിയാസിസ് വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു പാട് വന്നാൽ ഇതുപോലെ ആവും നിങ്ങൾ പേടിക്കേണ്ടൊന്നുമില്ല. അത് വളരെ റെയറായിട്ട് മാത്രമേ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള സോറിയാസിസ് മാറാറുള്ളൂ. അധികം പേർക്ക് മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് സോറിയാസിസ്. ഇനി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അത് ഇതിനു മുമ്പ് ബയോപ്സി എടുക്കേണ്ട ആവശ്യമുണ്ട്. സോറിയാസിസ് പൊതുവേ നമ്മൾ സ്കിൻ ബയോപ്സി എടുക്കാറില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ചില ഡൗട്ട്ഫുൾ കേസുകൾ, ഇപ്പോൾ പാമോപ്ലാന്റർ, കൈപ്പത്തി കാൽപ്പത്തിയിൽ ചിലവർക്ക് അലർജി കൊണ്ടും സോറിയാസിസ് പോലെ കട്ടിയുള്ള സ്കിന്നിൻ്റെ അസുഖങ്ങൾ വരാറുണ്ട്. ചിലവർ വരാറുണ്ട്, കുറേ പേര് സോറിയാസിസ് ട്രീറ്റ് ചെയ്യും, ചിലർ അലർജി ട്രീറ്റ് ചെയ്യും. തീരുമാനമാക്കണമെങ്കിൽ സ്കിന്നിൻ്റെ ഒരു ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ സോറിയാസിസ് ആണോ എക്സിമയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. എക്സിമാറ്റ സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലോട് കൂടിയ സോറിയാസിസ് വരുന്ന കണ്ടീഷനിലും ചിലപ്പോൾ നമ്മൾ ബയോപ്സി എടുക്കാറുണ്ട്. ബാക്കിയുള്ള സോറിയാസിസിലും സാധാരണ ബയോപ്സി എടുക്കൽ സാധാരണയായിട്ട് ചെയ്യാറില്ല. പേഷ്യൻ്റ് ഡോക്യുമെൻറ്റേഷൻ പേർപ്പസിന് പറയുകയാണെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ 1-2 പാടുകൾ മാത്രമേ ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് ക്രീംസുകൾ, ലേപനങ്ങൾ, അവിടെ പെരട്ടാനുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള ക്രീംസും, പിന്നെ സ്കിൻ്റെ കട്ടി കുറക്കാനുള്ള ക്രീംസ്, തലയിലാണെങ്കിൽ താരൻ്റെ ട്രീറ്റ്മെൻറ്റിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ സ്ട്രോങ് ഉള്ള ലോഷൻസും മറ്റു കാര്യങ്ങൾ കൊടുക്കും. പിന്നെ omega-3 ഫാറ്റി ആസിഡ് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. മീൻ ഗുളിക എന്നൊക്കെ പറയുന്നത് omega-3 ഫാറ്റി ആസിഡ് സോറിയാസിസിനെ കൺട്രോൾ ചെയ്യാൻ ഒരു പരിധി വരെ, ഭയങ്കര സോറിയാസിസ് അതൊരു കൊടുത്തിട്ട് കാര്യമില്ല എന്നല്ല, അതിൻ്റെ കൂടെ മറ്റ് സ്ട്രോങ് ആയിട്ടുള്ള മെഡിക്കേഷൻസും കൂടി കൊടുക്കാറുണ്ട്. ഒരാൾക്ക് ഇനി ചെറിയ രീതിയിലാണ് ഉള്ളത്, സാറേ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്കാണെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ് കൊടുക്കാറുണ്ട്. അതല്ലാത്തവരിൽ നല്ല രീതിയിൽ ഫിഷ് കഴിക്കാൻ വേണ്ടി പറയാം. പിന്നെ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂൺ സപ്രസീവ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ആണ് ഇത് സാധാരണയായിട്ട്. ഇത് കുറേ ഭാഗങ്ങളിൽ ബാധിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സിങ്, കയ്യിലൊരു പാടുണ്ട് പെട്ടെന്ന് കുറയണം, അത് ആ രീതിയിലേക്കാണെങ്കിൽ ഉള്ളിലേക്കുള്ള ഇമ്മ്യൂൺ, ഈ ഒരു കാണുന്ന നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനൊക്കെ സപ്രസ് ചെയ്യുന്ന രീതിയിൽ, ഗ്ലോബലായിട്ട് സപ്രസ് ചെയ്യുന്ന രീതിയിൽ കൺവെൻഷനായിട്ടുള്ള പണ്ടേയുള്ള ട്രീറ്റ്മെൻറ്റുകൾ പലതും ഉണ്ട്. ആഴ്ചയിൽ കഴിക്കുന്ന ഗുളിക പോലുള്ള അതിനെ ചിലവർ ചെറിയ ഡോസ് കഴിച്ച്, കുട്ടികളുടെ ഡോസിലൊക്കെ കഴിച്ചിട്ടാണ് നടക്കാറ്. അത് ഡോക്ടേഴ്സ് ചിലപ്പം പേഷ്യൻ്റ് കുറേ മരുന്നിനെ കൊണ്ട് സൈഡ് എഫക്റ്റ് വരുമോ പേടിച്ചിട്ട് ചോദിച്ചിട്ട് വിളിച്ചപ്പോൾ ചെറിയ ഡോസ് കൊടുക്കും, അപ്പോൾ അത്രയും എഫക്റ്റ് കിട്ടാറില്ല. പക്ഷേ അവർക്ക് തന്നെ ആ ഡോസ് കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, അത് ആ കുറേ വർഷങ്ങളോളം കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ചില മുമ്പുള്ള സ്റ്റഡീസിൽ പറയാറുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചാൽ ലിവറിന് പ്രശ്നം ഉണ്ടാകുന്നുള്ളത്. പക്ഷേ നമ്മൾ തന്നെ ഒരു PGIയിൽ ഉണ്ടായിരുന്ന സമയത്ത് കുറേ സോറിയാസിസ് പേഷ്യൻസിൽ നടത്തിയൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്, അത് ലിവറിൻ്റെ പ്രശ്നം വരുന്നത് ഈ മരുന്ന് കൊണ്ടല്ല, സോറിയാസിസിൻ്റെ
അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, പൊണ്ണത്തടി, മറ്റുള്ള പ്രശ്നങ്ങളുണ്ട്. സോറിയാസിസിൻ്റെ തീവ്രത കാരണം ബോഡിയിൽ ഉണ്ടാകുന്ന ഈ ഒരു സ്കിന്നിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ബോഡിയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ ഭാഗമായിട്ടാണ് ലിവർ ഫൈബ്രോസിസ് വരുന്നത്. ഈ ഒരു മെത്തോട്രക്സേറ്റ് എന്ന് പറയുന്ന ഗുളിക, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠനം നടത്തിയത്. അതിനെ കൊണ്ട് വരുന്നില്ല എന്നാണ് ഇപ്പോൾ ഒരു ഗ്ലോബൽ കൺസെൻസസ്. പണ്ട് ആ ഗുളിക കഴിക്കുമ്പോൾ ലിവർ ബയോപ്സി എടുക്കുന്നതൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ആ ഒരു കൺസെപ്റ്റൊക്കെ മാറി, ആരും അങ്ങനെ ഗുളിക കഴിക്കരുത് അങ്ങനെയൊന്നും പറയാറില്ല, കുറേ വർഷങ്ങളോളം കഴിക്കാറുണ്ട്. അപ്പം ആ ഒരു മരുന്നിനെക്കുറിച്ചുള്ള പേടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. എന്തുണ്ടെങ്കിലും ഡോക്ടർ നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ ഇതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് ടെസ്റ്റുകളും കൂടി പറയും. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിലാണ് കണ്ടിന്യൂ ചെയ്യാറ്. ചിലവരുണ്ടാവും അടിയിലുള്ള കമൻറ്റ് ഇടും, ഞാനിത് കഴിച്ചിട്ട് എനിക്ക് ഫൈബ്രോസിസ്. അതാണ് പറഞ്ഞത്, സോറിയാസിസിൻ്റെ മരുന്നിനെ കൊണ്ടല്ല, സോറിയാസിൻ്റെ തീവ്രത കൊണ്ട് തന്നെ ചിലവർക്ക് ലിവർ ഫൈബ്രോസിസ് പോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. കാരണം ഇതൊരു സിസ്റ്റമിക് ഇൻഫ്ലമേഷനാണ്. സ്കിന്നിൽ മാത്രമല്ല, ഈ ഒരു വിഷയം ജോയിൻറ്റിലും നമ്മുടെ ലിവറിലും മറ്റ് രക്തക്കുഴലുകളിലും, കാരണം ഇതുപോലെ കട്ടി വന്നിട്ട് മറ്റ് കൊറോണ ആർട്ടറി ഡിസീസൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതിന് ചെറിയ എന്തെങ്കിലും മരുന്ന്, അതായത് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ പേടിയാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നിട്ട് പോകേണ്ട ഒരു അസുഖമല്ല. മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ രോഗമുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും ഡോക്ടറെ കണ്ട് അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കൺവെൻഷനൽ ആയിട്ടുള്ള പണ്ടേയുള്ള ഇമ്മ്യൂൺ സപ്രസീവ് മെഡിക്കേഷൻസ് കൂടാതെ ഫോട്ടോതെറാപ്പി പറയാറുണ്ട്. ഈ ഒരു പ്രഗ്നൻസി ആണ്, ഇപ്പോൾ ചില മരുന്നുകൾ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ചാമ്പറിൽ വെച്ചിട്ട്, നാരോ ബാൻഡ് UV ചാമ്പർ എന്ന് പറയും, ഒരു ബ്ലൂ ലൈറ്റാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്കിന്നിലേക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ സ്കിന്നിലുള്ള ഇമ്മ്യൂൺ സെൽസ് സ്കിന്നിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സെൽസ് ഒന്ന് കുറയുകയും ഈ പ്ലാക്സ് ഇങ്ങനെയുള്ള വരുന്ന ഒരു അവസ്ഥ കുറയുന്നതും കാണാറുണ്ട്. മരുന്നല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള മരുന്ന് കൊണ്ടുള്ള സൈഡ് എഫക്റ്റ് പേടിക്കേണ്ടതില്ല. പക്ഷേ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഒരു മെഷീൻ്റെ അണ്ടറിൽ വന്ന് നിൽക്കേണ്ട ഒരു ബുദ്ധിമുട്ട് അതിലുണ്ട്. അപ്പം പൊതുവേ പ്രാക്ടിക്കലായിട്ട് പറയുമ്പോൾ നമ്മൾ അതിനേക്കാൾ സിമ്പിളായിട്ടുള്ള ആഴ്ചയുള്ള മരുന്നുകളൊക്കെയാണ് സാധാരണ കൊടുക്കാറ്. പെട്ടെന്ന് പറയുകയാണെങ്കിൽ വേറെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകളുണ്ട്. ചിലർക്ക് ഒരു ടൈഡ് ഓവർ ചെയ്യാം, പെട്ടെന്ന് റെഡിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകൾ കൊടുത്തിട്ട് കൺട്രോൾ ചെയ്തതിന് ശേഷം ആഴ്ചയിലേക്കുള്ള മരുന്നിലേക്ക് മാറ്റാറുണ്ട്. ചിലവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഗൾഫിൽ പോവാണ്, ചെറിയ രീതിയിലേ ഉള്ളൂ, അപ്പം എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പുതിയ രീതിയിലുള്ള മരുന്നുകൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് ബ്ലഡ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല, പ്രത്യേകിച്ചിട്ട് അത് ബോഡിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ നമ്മളത് ലോങ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഗൾഫിലൊക്കെ പോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ അത് കഴിക്കുമ്പോൾ വയറ്റിൽ കുറച്ച് അസ്വസ്ഥൊക്കെ വരുന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് സെറ്റ് ആയതിനു ശേഷമാണ് നമ്മളത് ലോങ് ആയിട്ട് കൊടുക്കാറുള്ളത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പുതുതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. കുറേ പേര് അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും, ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് സോറിയാസിസ് എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞാൽ പുതിയ ന്യൂ ജനറേഷൻ ട്രീറ്റ്മെൻറ്റാണ്. നമ്മളിപ്പം ഈ ഒരു കാണുന്ന രീതിയിൽ ഏറ്റവും താഴ്ന്നുള്ള എല്ലാ ഇൻഫ്ലമേഷനെയും കുറക്കുന്ന രീതിയിൽ മൊത്തത്തിൽ തുറക്കുന്നതിന് പകരം ടാർഗറ്റഡ് ആയിട്ട് ഈ IL-17 ഇതിന് മേലെ സ്കിന്നിൽ വന്ന് നശിപ്പിക്കുന്ന പ്രശ്നം ആ ഒരു പാത്വേനെ മാത്രം IL-17, IL-23 ഇതിൻ്റെ പാത്വേനെ മാത്രം കട്ട് ചെയ്യും, അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതിൽ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ റെഡിയാവും. അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് കട്ടായിരിക്കും ചെയ്യാൻ. അത് നല്ല രീതിയിൽ, അതായത് എത്രയോ നമ്മുടെ അതിൻ്റെ ചില PGI ചണ്ഡീഗഡിൽ പഠിക്കുമ്പോൾ അവിടെ കുറേ മരുന്നിൻ്റെ ഒരു ട്രയൽസും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് ഈ ഒരു മരുന്നുകളൊക്കെ ഇന്ത്യയിൽ വരുമ്പോൾ അങ്ങനെയുള്ള PGI, എയിംസ് പോലുള്ള ഹോസ്പിറ്റലുകളാണ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഉണ്ടാവാറ്. അപ്പം ഇതുവരെ നേരവണ്ണം സ്കിന്ന് കാണാത്ത രീതിയിലുള്ള പേഷ്യൻസ്, വർഷങ്ങളോളം ക്രോണിക് എറിത്രോഡർമയുള്ള പേഷ്യൻസ് ഈ ഒരു ഇഞ്ചക്ഷൻ 2-3 പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ സ്കിന്നായിട്ട് തിരിച്ചു വന്ന പല നല്ല ഒരു അനുഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ തന്നെ നാട്ടിൽ ഉള്ളൊരു ഇയാൾ എൻ്റെ അടുത്ത് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റായിട്ട് വന്നതായിരുന്നു. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരില്ല എന്നല്ല. ഏത് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും സോറിയാസിസ് രണ്ടാമതൊരാളുടെ സാധ്യതയുണ്ട്. സാധാരണ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും സാധാ മരുന്നുകൾ എടുത്തിട്ടും കൺട്രോൾ ആവാത്തത്, അത് അല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാണ്, കല്യാണം ഉണ്ട്, അങ്ങനെയൊക്കെ ഇത് കഴിയുമ്പോൾ നമ്മൾ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് അനുവർത്തിക്കാറുണ്ട്. കോസ്റ്റാണ് അതിൻ്റെ ഒരു മെയിൻ ഡിറ്ററൻറ്റ്. അതായത് ആൾക്കാർക്ക് അത് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കോസ്റ്റ് കാരണമാണ്. അതർവൈസ് സേഫ്റ്റി വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ബയോളജിക് ട്രീറ്റ്മെൻറ്റ്. കാരണം ഒരു ഇഞ്ചക്ഷനാണ് 25,000 ആ രീതിയിൽ വരാറുണ്ട്. ചിലർക്ക് മാസത്തിൽ 3-4 ഇഞ്ചക്ഷനൊക്കെ വേണ്ടി വരും. 1.5 ലാക്കൊക്കെ ചിലപ്പോൾ വരും. അത് പിന്നെ മാസത്തിൽ മാത്രമേ ചെയ്യൽ. പക്ഷേ ചില ഡോക്ടേഴ്സ് പേഷ്യൻ്റ് അഫോർഡബിലിറ്റി അനുസരിച്ചിട്ട് പേഷ്യൻ്റായിട്ട് ടൈലേർഡായിട്ട് ചെയ്യാറുണ്ട്, പെട്ടെന്ന് കുറക്കാവുന്ന രീതിയിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് അവർ കല്യാണത്തിന് മുമ്പല്ല, കുറച്ച് മുമ്പ് വന്നു, എന്നിട്ട് ബയോളജിക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറുമെന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഇത് അങ്ങനെയല്ല, നിങ്ങൾക്ക് അതിന് മുമ്പുള്ള കുറച്ച് മരുന്നുകൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള മരുന്നുകൾ അതിൽ അദ്ദേഹം ഹാപ്പി ആയിരുന്നു.
പിന്നെ കല്യാണത്തിന് ഉള്ള അവസ്ഥയിലേക്ക് ഒന്ന് മൊത്തമായിട്ട് റെഡിയാണ്. മൂപ്പർക്ക് മുടി വെച്ച് പിടിപ്പിക്കണം. ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരാളാണ്, സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. അപ്പം മുടി വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ അത് ഈ നമ്മൾ ഈ സോറിയാസിസിലുള്ളവർക്ക് മുടി വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് അവർ ട്രൈ ചെയ്തതിന് ശേഷമുള്ള ക്രസ്റ്റിങ് കുറച്ച് കൂടുന്നു മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ആളായതുകൊണ്ടും പിന്നെ കല്യാണം വരുന്നതിന് മുമ്പ് ഒന്ന് ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന് 2 ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുത്തു, ബയോളജിക് ട്രീറ്റ്മെൻറ്റ്. നല്ല രീതിയിൽ മൊത്തം സ്കിന്ന് ഏകദേശം 0 സോറിയാസിസ് രീതിയിലേക്ക് വന്നു. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു, മുടി വന്നു. പിന്നെ എന്നിട്ട് പിന്നെ സാധാരണ രീതിയിലുള്ള മെഡിക്കേഷൻസിലേക്ക് തന്നെ മാറ്റിക്കൊണ്ടുവരികയും ചെയ്തു. അപ്പം ചില അങ്ങനെയുള്ള കണ്ടീഷൻസിൽ, കല്യാണം അങ്ങനത്തെ കണ്ടീഷൻസിൽ അത് നമുക്ക് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് പ്രശ്നമാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ആ ഒരു എവിടെയാണോ പ്രശ്നമുള്ളത് സ്കിന്നിനെ ബാധിക്കുന്ന അവിടെ മാത്രം അതിനെ കട്ട് ചെയ്തിട്ട്, അതായത് മെയിൻ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന പാത്വേനെ മാത്രം ബ്ലോക്ക് ചെയ്യും. മൊത്തമായിട്ട് ഇമ്മ്യൂൺ സെൽസിനെ അറ്റാക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള സൈഡ് എഫക്ട്സ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ പുതിയ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ TB പോലുള്ള കാര്യങ്ങൾ വരാറുള്ള, ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് TB പോലുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയും ഇപ്പോൾ സാധാരണയായിട്ട് വരാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഒരു ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു സോറിയാസിസ് എന്ന് കേട്ടപാട് തന്നെ വീട്ടിൻ്റെ അടുത്തുള്ളതോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കണ്ടതോ ആയിട്ടുള്ള മൊത്തം ശരീരത്തിൽ റെഡ് ആയിട്ടുള്ള ഒരാളെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. 80% ആൾക്കാർക്കും മരുന്നുകൾ കൊടുത്ത് ക്രീമുകളൊക്കെ കൊടുത്ത് റെഡിയാക്കാൻ പറ്റുന്നൊരു അസുഖമാണ്. തിരിച്ചു വരുന്നൊരു അസുഖം തന്നെയാണ് അത്, ഞാൻ എല്ലാമെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ലൈഫിൽ ഏത് കാര്യവും നമ്മൾ എന്ത് വിഷയത്തിലാണെങ്കിൽ തന്നെ നമ്മൾ കീപ്പ് ഓൺ ട്രൈങ്. ഒരു ബിസിനസ് ആണെങ്കിലും തന്നെ ഒരാൾ ഉണ്ടാക്കിയിട്ട് ഇറങ്ങാണ്ടെന്ന് ഒരിക്കലും അത് ഉണ്ടാവില്ല. ഒരു പൂന്തോട്ടമാണെങ്കിൽ തന്നെ ഒരു കാട് കയറിയ സ്ഥലം നമ്മൾ വൃത്തിയാക്കി പൂന്തോട്ടമാക്കി കൊണ്ടുവന്നിട്ട് കൈകെട്ടിയിരുന്ന് കഴിഞ്ഞാൽ 2-3 മാസം കൊണ്ട് അത് കാടായി മാറും. അതുപോലെ തന്നെയാണ് ഈ ഒരു അസുഖത്തിൻ്റെ വിഷയത്തിലും നമ്മൾ കുറച്ച് മെനക്കെട്ട് കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡോസിലേക്ക് നമ്മൾക്ക് ആ ഒരു അസുഖത്തെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഏതൊരു രോഗവും തുടക്കത്തിലൊന്ന് കൂടി പിന്നെ ഒന്ന് കൺട്രോളായി വരുന്ന സമയത്താണ് ഉണ്ടാവല്. അപ്പം കുറേ പേര് പറയുന്നുണ്ട് പണ്ട് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു, ഇപ്പം കുറച്ചേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് തന്നെ കുറയും. അപ്പം നമ്മൾ ആ ഒരു കൂടുന്ന സമയത്ത് മെഡിക്കൽ ഹെൽപ്പ് തേടുക. പിന്നെ കൺട്രോളായി കഴിഞ്ഞാൽ ഡോസ് കുറച്ച് ചെറിയ രീതിയിലേക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ജീവിതശൈലിയെ മാറ്റിയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്തിട്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെയുള്ള നല്ല നല്ല ട്രീറ്റ്മെൻറ്റുകൾ ഇതിന് സോറിയാസിസിന് ലഭ്യമാണ്. അപ്പോൾ അത് ഒരു സോറിയാസിസ് എന്ന് കേട്ടപാട് തന്നെ ജീവിതം എടുത്ത് ടെൻഷനായി നടക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. താങ്ക് യു.